ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു റൂട്ടർ UPS ആണ്. നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ഒരു പുതിയ മോഡലാണ്. ഇതിൻ്റെ പഴയ മോഡൽ നമ്മൾ അവിടെ അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ BSNLൻ്റെ മോഡൊന്ന് മാറ്റിയിരുന്നു, ഡുവൽ ബാൻഡ് മോഡാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് നെറ്റ്ലിങ്കിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം നെറ്റ്ലിങ്കിൻ്റെ മോഡ് ഇപ്പോൾ കുറേ റൂട്ടർ UPSകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് പ്രൊമോഷൻ സംഭവം നല്ലതാണ്. ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്, ആമസോണിൽ വാങ്ങിച്ചാണ്. ആർട്ടിസ്റ്റിൻ്റെ പുതിയ മോഡലാണ്. ആർട്ടിസ്റ്റ് AR Mini DC2 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അതിന് MRP ഡീറ്റെയിൽസും കാണലൊക്കെ ബൈയിങ് പ്രൈസും കാണലൊക്കെ വരുന്നത് 1500 ആ റേഞ്ചൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ സീരീസിലത്തെ വേറൊരു മോഡലും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, നെറ്റ്ലിങ്ക് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് വൈഫൈനും റൂട്ടറിനൊക്കെ ഉപയോഗിക്കാം, ഫൈബർ മോഡത്തിന് ഉപയോഗിക്കാം, സ്മാർട്ട് ഫോൺസിന്. ഇതിന് USB പോർട്ടൊക്കെയാണ് ഞാൻ കാണിച്ചത്. അത് USB പവേർഡാണ്, DTHന് ഉപയോഗിക്കാം. ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്, പവർ ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്, USB ചാർജിങ് പോർട്ട് ഉണ്ട്. 9 വോട്ടും പറ്റും, 12 വോട്ടും പറ്റും. ഔട്ട്പുട്ട് പോർട്ട്, പവർ കോഡ് കോർഡിനേറ്റർ, അങ്ങനെ സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത് കേട്ടോ. ഇതാണ് ബോക്സ്. ബാക്ക് സൈഡിൽ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വിളിക്കുന്നു, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അംശം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് വേണം, ക്വാളിഫൈ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, നോർമലാണ്. അപ്പോൾ ഇതാണ് ബോക്സ് ഓപ്പൺ ചെയ്തിപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കേബിൾ കിട്ടുന്നുണ്ട്. നമ്മുടെ നോർമൽ നമ്മുടെ മൾട്ടി പോർട്ട് വരുന്ന നമ്മുടെ ഇപ്പോൾ ഏതൊരു റൂട്ടറിന് ഏതാ സപ്പോർട്ടിങ് വരുന്ന ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ പവർ കോഡ് വരുന്നുണ്ട് കേട്ടോ. ഒരു 3 പിൻ പവർ കോഡ് വരുന്നുണ്ട്, സെപ്പറേറ്റ് സാധനമാണ്. അതിപ്പോൾ കളയരുത്. ഇതൊരു നോർമൽ UPS പോലെയാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ കുറേ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. എന്താ, ആർട്ടിസ്റ്റിൻ്റെ തന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഒരു കാർഡ് ഉണ്ട്, വാറണ്ടി കാർഡ് ആയിരിക്കില്ലേ. പിന്നെ ഇതെന്താ, ഇത് ഇൻസ്ട്രക്ഷൻ മാനുവലാണ് കേട്ടോ. വാറണ്ടി കാർഡ് പോയി ഇത് മാറ്റി വയ്ക്കാം. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മോഡത്തിൻ്റെ സൈസ് വരുന്നൊരു മോഡലാണ് കേട്ടോ. വാറണ്ടി കാർഡ് ഇതിലുണ്ട് കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു വാറണ്ടി കാർഡ് ഇതിൽ വരുന്നുണ്ട്. ഇതെന്താ, രജിസ്റ്റർ നൗ ടു ഗെറ്റ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് എന്നിട്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി വരുന്നുണ്ട്, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്നിട്ട് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം കണ്ടോ. നമ്മുടെ ഓൾമോസ്റ്റ് ഒരു മോഡം പോലെ തന്നെ വരുന്നതാണ്. അതിൻ്റെ ബട്ടണൊക്കെ ഇവിടെയാണ്, പവർ ഓഫ് ഒക്കെ. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു USB പോർട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ പവർ പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട് നമ്മുടെ കുത്താളും മോഡത്തിലേക്ക്. പിന്നെ ഇതിലേക്ക് ഇൻപുട്ട് വരുന്ന കേബിളിൻ്റെ സാധനമാണ് ഇത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സെലക്ടർ ഉണ്ട്, 9 വോൾട്ടാണോ 12 വോൾട്ടാണോ നിങ്ങളുടെ മോഡം ഏതാ സൈസ് നോക്കിയിട്ട് അത് മാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ മോഡം 12 വാട്ടിൻ്റെയാണ്. അപ്പോൾ ഞാൻ 12 വോട്ടിലേക്ക് ഇട്ടു കേട്ടോ. ഇതിൽ ബാറ്ററി ഞാനിത് പവർ ഓൺ ചെയ്തുകൊണ്ട് അമർത്തി പിടിച്ചാൽ പവർ ഓൺ ആകുമ്പോൾ ഇതിൽ ഓൾറെഡി ബാറ്ററി ഉണ്ട്, സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടോ. ഇത് ഓൾറെഡി പവർ ബാറ്ററി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 21 വാട്ട് വരെ മാക്സിമം നമുക്ക് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ വാട്ടേജ് വരുന്നത് എനിക്ക് തോന്നുന്നത് 8 സംതിങ് ഉണ്ടെന്നാണ്. 8800 mAh പവർ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു എന്തായാലും ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടേണ്ടതാണ് കേട്ടോ. ഇത് നമുക്ക് മാക്സിമം വാട്ടേജ് വരുന്നത് 2 ആംപിയർ വരെ നമുക്ക് സപ്പോർട്ട് വരും കേട്ടോ, 10 വാട്ട് വരെ. അപ്പോൾ 2 ആംപിയർ വരെയുള്ള നിങ്ങൾക്ക് ചാർജിങ് എന്താ പറയുക റൂട്ടറും മോഡൊക്കെ നമുക്കിതിൽ കുത്താട്ടോ. അപ്പോൾ ഞാൻ ഇത് കുത്തി കാണിച്ചു തരാം. ഇത് നമ്മുടെ മെയിൻ പോർട്ട്. നമുക്ക് ഈ കേബിള് എത്ര ലെങ്ത് ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എൻ്റെ എന്തായാലും ഇവിടേക്ക് എത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ അങ്ങോട്ട് കൊണ്ടുകൊണ്ട് വരും. എന്താ വെച്ചാൽ ഇവിടേക്ക് എത്തില്ല സാധനം ഉറപ്പാ. കേബിൾ ഇതൊരു 1 മീറ്ററിൻ്റെ കഷ്ടിയുള്ളൂ കേട്ടോ. അതിൻ്റെ പവർ കോഡ് 1 മീറ്ററിൻ്റെ കഷ്ടിയുള്ളൂ. അത് കുറച്ച് കുഴപ്പമാണ്. ഇത്രേ ഉള്ളൂ കൊണ്ടു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുത്താം. വളരെ ഇതപ്പോൾ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. 1 മീറ്റർ ഇല്ല എന്നുണ്ട്, കഷ്ടിച്ച് 1 മീറ്റർ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ വെക്കേണ്ടത്. ഔട്ട്പുട്ട് നമുക്ക് അതിലെന്തായാലും അതിൻ്റെ കേബിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ കേബിൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ ഈ പോർട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് പോകാട്ടോ, നമ്മുടെ എന്താ പറയുക റൂട്ടറിൻ്റെ അല്ലെങ്കിൽ മോഡത്തിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോഡൽ, നമ്മുടെ നെറ്റ്ലിങ്കിൻ്റെ പുതിയ മോഡൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ മറച്ച് പിടിച്ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ടർ UPS നമ്മളിവിടെ കുത്തിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഫുള്ള് കാണിക്കുന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ നമ്മളിവിടെ ബ്ലർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ മെയിൻ പവറിലേക്ക് ഇവിടെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി റെഡ് ആയത് മാറിയത് ഇവിടെ ഓൾറെഡി സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടോ. ഇത് പവർ ഇൻഡിക്കേറ്റർ, ഇത് നമ്മുടെ സ്റ്റാറ്റസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് നമ്മൾ പവർ കോഡിൽ കുത്തിക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്താൽ ഇത് കണ്ടോ, ഇത് റെഡ് ആയി കണ്ടോ. അപ്പോൾ ഇത് പവർ ഉണ്ടെന്നുള്ളത് കാണിക്കാനുള്ള ഒരു സ്റ്റാറ്റസ് സാധനമാണ് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഓണാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ കുത്തിക്കണ ഈ കേബിൾ നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ ബാക്കിലേക്ക് കുത്തണം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇത് കുത്തിരി ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിനായിരിക്കും നമ്മുടെ മോഡം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ നിന്നാണ് നമ്മൾ മോഡത്തിലേക്ക് കണ്ടെടുക്കുന്നത്. ഈ ഔട്ടാണ് പോയിട്ടാണ് നമ്മുടെ മോഡത്തിലേക്ക് കണ്ടയക്കുന്നത്. ഇനി നമുക്ക് പവർ സപ്ലൈ ഓഫ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ പവർ സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു, അത് പവർ സപ്ലൈ ഇല്ലെങ്കിൽ സ്റ്റാറ്റസ് നമ്മുടെ റെഡ് ഔട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പവർ പോയിൻ്റാണിത്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യണം കേട്ടോ. അതാ ഇവിടെ ഫ്ലക്ച്വേഷൻസോ സംഭവമൊന്നുമില്ല, ഈസിയായിട്ട് തന്നെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നെറ്റ്ലിങ്കിൻ്റെ മോഡം സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നെറ്റ്ലിങ്കിൻ്റെ മോഡം ഇപ്പോൾ മെയിൻ കേസറിൻ്റെ സംഭവം ഒന്നും സപ്പോർട്ട് ആവില്ല. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ. കുറേ പേര് നമുക്ക് ചോദിക്കാറില്ല. ഞാൻ പണ്ട് കുറേ നമ്മുടെ ഇതുപോലെ തന്നെ റൂട്ടർ റിപ്പേഴ്സിൻ്റെ വീഡിയോ കുറേ ഇടാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പണ്ടിട്ട വീഡിയോസിന് അപ്പോൾ ആ സമയത്ത് നമുക്ക് നെറ്റ്ലിങ്കിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ ബ്രാൻഡുകളൊക്കെ പുതിയ മോഡൽ ഇറക്കി ഇപ്പോൾ നെറ്റ്ലിങ്കിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിൻ്റെ സപ്പോർട്ടുള്ള ഒരു റൂട്ടർ റിപ്പേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ആർട്ടിസിൻ്റെ ഈ 2 മോഡൽ നോക്കാട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആരൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കണ്ട. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. 8800 mAh ബാറ്ററി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫോണും ചാർജ് ചെയ്യാം. എന്താ വെച്ചാൽ നമുക്കിതിൽ ഉണ്ടോ USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ 9 വോൾട്ടിൻ്റെ അതിൽ നമുക്ക് ഉപയോഗിക്കാം. ഔട്ട്പുട്ട് നമുക്ക് കേബിളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു കേബിൾ വരുന്നുണ്ട് ഇൻപുട്ടായിട്ട്. അത് മാത്രമാണ് ഒരു ചേഞ്ചസ് ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നു നെറ്റ്ലിങ്ക് ഞാൻ പുതിയ മോഡൽ വെച്ച് വന്നത്. ഇത് ഡ്യുവൽ ബാൻഡ് മോഡാണ്. 4 ആൻറ്റിന നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. എന്താ വെച്ചാൽ എൻ്റെ പ്ലാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിസിൻ്റെ റൂട്ടർ യൂപ്പേഴ്സിൻ്റെ വീഡിയോ. അപ്പോൾ എന്തായാലും സംശയം കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.